ഹായ് എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വസുമതിയും ചിത്രയും പോയ ശേഷം കഥകടച്ച് പ്രീതിയുടെ ഫോൺ എടുക്കുകയാണ് അർജുൻ ചോദിക്കുകയാണ്, എന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലേട്ടാ, പിന്നെന്താ കോൾ മുൻപേ കട്ടായത്? അത് അമ്മ സ്റ്റെപ്പ് കയറി വന്നു, അപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെ വിളിക്കേണ്ട, റിസ്ക് ആണ്. കുഴപ്പമില്ലേട്ടാ, ഞാൻ എന്റെ ബാത്റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. റൂമിന്റെ ഡോറും ലോക്ക് ചെയ്തു. പിന്നെ സമയം അടുക്കും തോറും എനിക്കൊരു വേവലാതിയുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കുമോ എന്ന്. നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ പ്രീതി. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കും. വീട്ടിൽ നിന്നിറങ്ങാൻ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ് പ്രീതി. അന്നേരം അർജുൻ പറയുകയാണ്, അതല്ലേ ശാലിനി ഏറ്റിരിക്കുന്നത്. നിന്നെ വീട്ടിൽ നിന്നും ഇറക്കി എന്റെ അടുത്തെത്തിക്കാനുള്ള ദൗത്യം. ശാലിനിയെ കൊണ്ടത് പറ്റുമോ ഏട്ടാ? ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്തിറക്കാനും അർജുനേട്ടന്റെ അടുത്ത് എത്തിക്കാനും ഒക്കെ. അർജുൻ പറയുകയാണ്, ശാലിനിയെ കൊണ്ട് അതിന് പറ്റൂ. നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരുന്നോ. ശാലിനി എത്തുമെന്ന് പറഞ്ഞാൽ അവൾ എത്തിയിരിക്കും. ശരി ശരി, എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെക്കുകയാണ്. ശാലിനി വന്ന് പുറത്തിറങ്ങിയിട്ട് വിളിക്കാം. ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഇരുവരും ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ വെച്ച ശേഷം അർജുൻ കരുതുകയാണ്, ശാലിനി ഇനി സമയത്ത് വരാതിരിക്കുമോ? എന്റെ ഈശ്വരന്മാരെ ചതിക്കരുതേ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ SI പറയുകയാണ്, സുകുമാര, ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. ഒരു കേസ് അന്വേഷണമുണ്ട്, കൂടെ ആരും വരണ്ട. ഒരു വനിതാ പോലീസ് ചോദിക്കുകയാണ്, അല്ല സാറേ, ആദർശ് നഗറിലാണോ ഈ അന്വേഷണം? അവിടെ ഈയിടെയായിട്ട് സാറിന്റെ അന്വേഷണം കൂടുതലാണെന്ന് കേട്ടു. പിന്നെ CCTV ഒക്കെ ഉള്ള സ്ഥലമാണ്, സാറൊന്ന് സൂക്ഷിച്ചാൽ കൊള്ളാമായിരുന്നു. SI പറയുകയാണ്, ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ എലിസബത്തെ, ഞാൻ ഈ അന്വേഷണ നടപടിയൊക്കെ തുടങ്ങിയിട്ട് കാലം കുറെ ആയതാണ്. SI പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എത്തുകയാണ് ACP. ഗുഡ് ഈവനിങ് മാഡം ശങ്കർ എന്ന് പറഞ്ഞ് SI സല്യൂട്ട് ചെയ്യുമ്പോൾ ACP പറയുകയാണ്, അറിയാം, ഞാൻ പിന്നീട് വിളിച്ച മീറ്റിംഗിലൊന്നും സാറിനെ കണ്ടില്ല. അപ്പോ ഞാൻ കരുതി നേരിട്ട് വന്നെന്ന് കാണാമെന്ന്. എലി മലയുടെ അടുത്തേക്ക് വന്നില്ലെങ്കിലും മല എലിയുടെ അടുത്തേക്ക് വരാമെന്ന് തീരുമാനിച്ചു. SI പറയുകയാണ്, ഓരോ അന്വേഷണങ്ങളുടെ തിരക്കിലായിരുന്നു മാഡം. അത് മനസ്സിലായി, ആ തിരക്ക് മറ്റുള്ളവർക്കുമുണ്ട്. വിളിച്ചത് ഒഫീഷ്യൽ കാര്യങ്ങൾക്കാണ്, അല്ലാതെ ഇയാളുടെ കുടുംബകാര്യം ചർച്ച ചെയ്യാനോ തിരുമുഖം ദർശിക്കാനോ അല്ല. പല ദിവസങ്ങളിലും ഇയാള് സ്റ്റേഷനിൽ ഉണ്ടാവാറില്ലെന്നും പരാതിയുമായി വരുന്ന സാധുക്കളെ പോലും വിരട്ടാറുണ്ടെന്ന് പരാതിയുണ്ടല്ലോ. അതെ, സുഖകരമായ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല സർക്കാർ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഇരകൾക്ക് നീതി ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അതെങ്ങനെ? മോന്തായം വളഞ്ഞാൽ മൊത്തം വളയില്ലേ? ബാക്കിയുള്ള PC മാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ അകത്തോട്ട് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ACP. SI കരുതുകയാണ്, ഈശ്വര, ഇതാരോ പണി തന്നതാണല്ലോ. അകത്തേക്ക് കയറി ACP പറയുകയാണ്, ഇവിടെ എത്തുന്ന പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ പരാതി. ഫോർ എക്സാമ്പിൾ, ആ കുടുംബശ്രീ ഹോട്ടൽ തല്ലി തകർത്തതും അവിടത്തെ ഒരു ജീവനക്കാരിയെ വധിക്കാൻ ശ്രമിച്ചതുമായ സംഭവം തന്നെ. അതിലെ പ്രതികളെ പിടികൂടിയത് ഇയാളുടെയും ഇവിടത്തെ പോലീസുകാരുടെയും മിടുക്കുകൊണ്ടൊന്നും അല്ല. അവരെ പിടിച്ച് കയ്യിലോട്ട് തന്നിട്ടും ആരുടെ പ്രേരണയിലാണ് അവരിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ തനിക്ക്? മിനിമം അവരുടെ ഫോൺ കോൾസ് എങ്കിലും ട്രേസ് ചെയ്ത് ഗൂഢാലോചന നടത്തിയവരെയൊന്നും കണ്ടെത്താൻ പോലും തനിക്കായില്ലല്ലോ. കൊട്ടേഷൻകാരെയാണ് പിടികൂടിയത്. അവർ വെറും പണിയായുധങ്ങളാണ്. നമുക്ക് വേണ്ടത് പണിയായുധങ്ങളല്ല, അത് ഉപയോഗിക്കുന്ന കൈകളെയാണ്. അതില് വേണം വിലങ്ങണിയിക്കാൻ. SI പറയുകയാണ്, അറിയാം മാഡം, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എന്തോന്ന് ലെവൽ ബെസ്റ്റ്? ജസ്റ്റ് ഡു ഇറ്റ് മാൻ. ആ കേസടക്കം ഇയാൾ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഇവിടെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളുടെയും അന്വേഷണ റിപ്പോർട്ട് എന്റെ ടേബിളിന് മുൻപിൽ എത്തിയിരിക്കണം. വിത്തിൻ 24 hours. കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോവാ ഇയാള് ACP ഓഫീസിലേക്ക്. അപ്പോ പറയാം ബാക്കി എന്താണെന്ന്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ACP. കോൺസ്റ്റബിൾ പറയുകയാണ്, വല്ലാത്ത ചതിയായി പോയല്ലോ സാറേ. ഇനി ഇത്രയും കേസുകളുടെ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാനാണ്, അതും 24 മണിക്കൂറിനുള്ളിൽ? SI പറയുകയാണ്, എല്ലാം ആ കുടുംബശ്രീക്കാരുടെ പണിയാണ് സുകുമാര. അവരാണ് ഇളക്കിവിട്ടത്, ആ ശാരദാമ്മയും മക്കളും. ACP പോയ ശേഷം സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ശാലിനി. SIയുടെ അടുത്ത് ചെന്ന ശേഷം ശാലിനി പറയുകയാണ്, സാർ നമസ്കാരം. ശാലിനിയെ കണ്ട് SI കരുതുകയാണ്, ഓ, അവൾ പറഞ്ഞു വിട്ടിട്ട് റിസൾട്ട് അറിയാൻ വന്നതാണോ? പറ്റിയ സമയത്താടി നീ വന്ന് കയറിയിരിക്കുന്നത്. കാണിച്ചു തരാം നിനക്ക്. എന്താന്ന് SI ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ആ FIRന്റെ കോപ്പി വേണമായിരുന്നു. ഏത് FIR? കുടുംബശ്രീ ഹോട്ടൽ തകർത്തതിന്റെയും രാജി ചേച്ചിയെ വധിക്കാൻ ശ്രമിച്ചതിന്റെയും കേസിന്. എന്തിനാ ഇപ്പോ അതൊക്കെയെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് SI. ശാലിനി പറയുകയാണ്, ഹോട്ടലിന്റെ ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ ആപ്ലിക്കേഷനൊപ്പം FIRന്റെ പകർപ്പും വേണമെന്ന്. ഹോട്ടൽ പുനർനിർമ്മിക്കാനല്ലേ നിങ്ങൾ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയത്? പിന്നെന്തിനാ ഇപ്പോ ഇൻഷുറൻസ് തുകയൊക്കെ? സോറി സാർ, എന്തിനാ ഇപ്പോ അതൊക്കെ അറിയുന്നത്?
കേസുമായി ബന്ധപ്പെട്ട ഒരാൾ, പ്രത്യേകിച്ച് പരാതി തന്നയാൾ FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. അത് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്. ഓ, നീ എന്നെ പിന്നെയും ഡ്യൂട്ടി പഠിപ്പിക്കാൻ വന്നതാണല്ലേ? അതെ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. എന്റെ FIR തപ്പാനല്ല ഞങ്ങൾക്കിപ്പോൾ നേരം. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വാ, അപ്പോൾ ആലോചിക്കാം. എന്നാൽ FIRന്റെ നമ്പർ പറഞ്ഞു തന്നാൽ മതി, ഞാൻ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്തോളാം. ദേഷ്യപ്പെട്ട് SI പറയുകയാണ്, നിന്നോടല്ലേ ഡി പറഞ്ഞത് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരാൻ? ദേഷ്യപ്പെട്ട് ശാലിനിയും പറയുകയാണ്, ഈസ് മൈൻഡ് യുവർ വേർഡ്സ്. സാർ, എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സ്റ്റേഷനിൽ ഒരാവശ്യത്തിന് വരുന്നവരെ നിങ്ങളുടെ ജോലിക്കാരല്ല. വീണ്ടും SI ചോദിക്കുകയാണ്, അത് പറയാൻ നീ ആരാടി നരുന്തേ? എടി പൊടിന്ന് നിന്നെയും വിളിക്കും, തന്തയില്ലാതെ 3 മക്കളെയും കൊണ്ട് നടക്കുന്ന നിന്റെ തള്ളയെയും വിളിക്കും. എന്ത് ചെയ്യും നീ എന്നെ, വൃത്തികെട്ടവളെ എന്ന് SI പറയുമ്പോൾ SIയുടെ കോളറിന് കുത്തിപ്പിടിക്കുകയാണ് ശാലിനി. അന്നേരം ചിരിച്ചുകൊണ്ട് SI പറയുകയാണ്, ഗുഡ്, ഇതാണ് എനിക്ക് ആവശ്യം. ഈ ഒരു മുഹൂർത്തം സൃഷ്ടിക്കാനാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോമിന് നേരെയാണ് നീ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈയെടുക്കുകയാണ് ശാലിനി. SI പറയുകയാണ്, ഇനി വകുപ്പ് ഞാൻ എഴുതി ചേർത്തോളാം. എലിസബത്തെ എന്ന് വിളിക്കുകയാണ് SI. ഇവളെ എങ്ങും തൂക്കിക്കോ, ഇനി ഞാനായിട്ട് പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവച്ചെന്ന് വേണ്ട. വനിതാ പോലീസ് ശാലിനിയെ പിടിച്ച് സെല്ലിൽ അടയ്ക്കുകയാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നതൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. SI പറയുകയാണ്, കുമാരിയുടെ കയ്യിൽ നിന്നും ആ സന്ദേശവാഹകം കൂടി ഇങ്ങ് വാങ്ങിച്ചു വെച്ചേക്ക്. ഫോണേ എന്ന് പറയുമ്പോൾ എലിസബത്ത് ഫോണിങ് താടിയെന്ന് ശാലിനിയോട് പറയുകയാണ്. പക്ഷേ ശാലിനി ഫോൺ കൊടുക്കുന്നില്ല. സെല്ല് തുറന്ന് അകത്തേക്ക് കയറുകയാണ് എലിസബത്ത്. അതിനുശേഷം ശാലിനിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയാണ് എലിസബത്ത്. നിന്റെ ഫോണിങ് തരാൻ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ബഹളം വയ്ക്കുകയാണ്. നിന്നെ പോലെ എത്ര വിളഞ്ഞ വിത്തുകളെ കണ്ടതാണെന്നറിയാമോ എലിസബത്ത്? എനിക്ക് എന്റെ ഫോണിങ് തരാൻ തുറന്നുവിട് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ബഹളം വയ്ക്കുകയാണ്. SI പറയുകയാണ്, ആ കീങ് എടുക്ക്, ഞാനേ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. എത്ര ബഹളം വെച്ചാലും ഫോൺ കൊടുത്തേക്കരുത്. ഒരുപാട് ഉന്നത ബന്ധങ്ങളുള്ള ആളാണെന്ന് മനസ്സിലായല്ലോ. ഒരു രാത്രി അകത്ത് കിടക്കട്ടെ, എന്നാലേ ഇവൾക്കൊക്കെ പോലീസിനോട് ഒരു ബഹുമാനം തോന്നുകയുള്ളൂ. അപ്പൊ ശരി മോളെ, ചേട്ടനൊരു ടാറ്റ, പോയിട്ട് വരാം. ദേഷ്യത്തോടു കൂടി ശാലിനി പറയുകയാണ്, മര്യാദയ്ക്ക് ലോക്ക് തുറക്കാൻ എന്ന്. മര്യാദയ്ക്ക് അവിടെ കിടക്കടി ഒരു രാത്രി. SI പോയ ശേഷവും ആകെ ബഹളം വയ്ക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞു ബഹളം വയ്ക്കുന്ന വസുമതിയാണ്. അന്നേരം പോകാനായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അർജുൻ. ബാഗുമായി ഇറങ്ങുന്ന അർജുന്റെ അടുത്തേക്ക് ചിത്ര വരികയാണ്. ഏട്ടാ, ഒന്ന് വരുമോ? അമ്മയ്ക്കൊരു നെഞ്ചുവേദന. നെഞ്ചുവേദനയോ? അതെ, കുറെ നേരമായി കട്ടിലിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ഏട്ടനൊന്ന് വന്ന് നോക്കുമോ പ്ലീസ്? ബാഗ് അവിടെ വെച്ചിട്ട് വസുമതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അർജുൻ. എന്താ അമ്മേ, എന്ത് പറ്റി? വല്ലാത്തൊരു വേദന, കുറച്ചു നേരമായി കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു, ഇപ്പൊ കൂടി വരുന്നു. അയ്യോ എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ് വസുമതി. അല്ലാതെ വിയർക്കുന്നുമുണ്ട് എന്ന് വസുമതി പറയുമ്പോൾ ഫോൺ എടുത്തിട്ട് അർജുൻ പറയുകയാണ്, ഞാനൊരു ഡോക്ടറെ വിളിക്കാം. ഡോക്ടറെ എന്നും വിളിച്ചാൽ പോരാ, ഇത് കയ്യിൽ നിന്നും പോകുന്ന ലക്ഷണമാണ്. അയ്യോ, ഇപ്പോൾ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, എന്നാലേ ശരിയാകുമെന്നും പറഞ്ഞ് കരയുകയാണ് വസുമതി. അർജുൻ ചോദിക്കുകയാണ്, ഞാനിപ്പോ ഡോക്ടറെ വിളിക്കുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ചിലപ്പോൾ ഗ്യാസിന്റെ മറ്റോ ആണെങ്കിലോ? 2 വീടിന്റെ അപ്പുറത്തല്ലേ പവിത്ര ഡോക്ടർ താമസിക്കുന്നത്. അവരാണെങ്കിൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി അറിയാവുന്ന സ്ത്രീയാണ്. വിളിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് അവരിങ്ങെത്തും. വസുമതി പറയുകയാണ്, അയ്യോ, ഇത് ഗ്യാസ് ഒന്നുമല്ല, പെട്ടെന്ന് ECG നോക്കണം. ICU വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പവിത്ര ഡോക്ടറെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എല്ലാം അമ്മ തന്നെ അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ? ഞാൻ എന്തായാലും നോക്കട്ടെ ഡോക്ടർ വീട്ടിലുണ്ടോ എന്ന്. അതിനുശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ ചെയ്യുകയാണ് അർജുൻ. ചിത്ര വസുമതിയോട് ചോദിക്കുകയാണ്, നല്ല വേദനയുണ്ടോ അമ്മേ? പക്ഷെ അർജുൻ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അർജുൻ കരുതുകയാണ്, ഇതിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്നും പറഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യുകയാണ് അർജുൻ. ചിത്ര പറയുകയാണ്, പവിത്ര ഡോക്ടർ ഇപ്പോൾ വരും അമ്മേ. പെട്ടെന്ന് വസുമതി പറയുകയാണ്, ഡോക്ടറെ വിളിക്കേണ്ട, അവന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുക. എന്താ അമ്മേ, ഡോക്ടറെ വിളിച്ചാല് ഒരു ഇനിഷ്യൽ ചെക്കപ്പ് നടത്തിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോരെ? അന്നേരം വസുമതി പറയുകയാണ്, പവിത്ര വന്നാൽ മനസ്സിലാകില്ലേ എനിക്ക് നെഞ്ചുവേദനയൊന്നും ഇല്ലെന്ന്. അമ്മ എന്തായി പറയുന്ന? അപ്പൊ അമ്മയ്ക്ക് നെഞ്ചുവേദന ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് വസുമതി. പക്ഷെ ഇതെല്ലാം ഡോറിന്റെ അടുത്ത് നിന്നുകൊണ്ട് അർജുൻ കേൾക്കുകയാണ്. വസുമതി പറയുകയാണ്, എടി, ഇതവന്റെ യാത്ര തടയാനുള്ള എന്റെ ഒരു അടവാണ്. അവന്റെ ഈ പോക്കിൽ എന്തോ ഒരു വശപ്പുശകുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ നമ്പറിനൊരു മറു നമ്പർ, അത്രേ ഉള്ളൂ. വീണ്ടും അർജുനെ കണ്ട് അയ്യോ വയ്യ എന്നൊക്കെ നിലവിളിക്കുകയാണ് വസുമതി. മുറിക്കുള്ളിലേക്ക് വന്ന് ദേഷ്യപ്പെട്ട് അർജുൻ പറയുകയാണ്, സോറി, ഈ അസുഖത്തിന് ഒരു ഹോസ്പിറ്റലിലും ചികിത്സയില്ലമ്മേ. ഒരു മരുന്നുമില്ലാത്ത അസുഖമാണിത്. നിങ്ങൾ പറഞ്ഞതേ ഞാൻ പുറത്തു നിന്നും കേട്ടു. ഇനി ഞാൻ ഇറങ്ങുകയാണ്. ഏതായാലും ഇനി അമ്മയ്ക്ക് നെഞ്ചുവേദനയും ഹൃദയാഘാതവും ഒന്നും വരുമെന്നുള്ള പേടി എനിക്കില്ല.
അതൊക്കെ ഹൃദയമുള്ളവർക്കേ ഉണ്ടാവൂ. എന്റെ അമ്മയ്ക്ക് അതില്ല. എന്റെ അമ്മയ്ക്കുള്ളത് കരിങ്കല്ലാണ്. അപ്പൊ പോട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അർജുൻ. പിന്നീട് കാണിക്കുന്നത് രാത്രി അമ്പലനടയിൽ ശാലിനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അർജുനെയാണ്. ശാലിനിയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ. അർജുൻ കരുതുകയാണ്, ഈ ശാലിനി എന്താ ഫോൺ എടുക്കാത്തത്? ഇപ്പൊ തന്നെ എത്ര കോൾ വിളിച്ചു? വീണ്ടും വീണ്ടും ശാലിനിയെ വിളിക്കുകയാണ് അർജുൻ. ശാലിനിയെ കിട്ടാതായപ്പോൾ പിന്നീട് പ്രീതിയെ വിളിക്കുകയാണ് അർജുൻ. ഫോൺ എടുത്ത് പ്രീതി ചോദിക്കുകയാണ്, ആ ഏട്ടാ, ശാലിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പ്രീതി പറയുകയാണ്, ഞാനും കുറച്ചു നേരമായി ട്രൈ ചെയ്യുന്നു. ഫുള്ള് റിങ് ചെയ്ത് തീരുകയാണ്. ചിലപ്പോൾ എൻഗേജ്ഡ് ആവും. എൻഗേജ്ഡ് ആവുന്നത് ചിലപ്പോൾ എന്റെ കോള് റിങ് ചെയ്യുമ്പോൾ ആയിരിക്കും. ഇനി എന്ത് ചെയ്യുമേട്ടാ? ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞു. ഇനി ശാലിനിയെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇതുപോലുള്ള ഒരു അവസരം കിട്ടില്ല പ്രീതി. നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാത്രി തന്നെ ഇറങ്ങിയേ പറ്റൂ. പക്ഷെ എങ്ങനെ ഏട്ടൻ, അത് പറ. നേരം പ്രീതിയുടെ റൂമിന്റെ മുൻപിലേക്ക് വരികയാണ് വിഷ്ണു. അർജുൻ പറയുകയാണ്, ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? നീ വിഷ്ണുവിനോട് പറയ നിന്നെ ഒന്ന് പുറത്തെത്തിക്കാൻ. അത് വേണ്ട അർജുനേട്ട, ഇക്കാര്യത്തിൽ മാത്രം എനിക്ക് വിഷ്ണുവേട്ടനെ വിശ്വസിക്കാൻ കഴിയില്ല. ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ വിഷ്ണുവേട്ടൻ എല്ലാ സഹായങ്ങളുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതേ വിഷ്ണുവേട്ടൻ തന്നെ പിന്നീട് പറഞ്ഞു അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല എന്ന്. ആദ്യം അപ്പോൾ വിഷ്ണുവേട്ടൻ എന്റെ മനസ്സറിയാൻ ശ്രമിച്ചതാണോ എന്നാണ് എന്റെ ഒരു സംശയം. പക്ഷെ ഇതൊക്കെ പുറത്തു നിന്ന് കേട്ട് വളരെ സങ്കടപ്പെടുകയാണ് വിഷ്ണു. അല്ലെങ്കിലും വിഷ്ണുവേട്ടൻ എപ്പോഴും അമ്മയോടാണ് ചായ്വ് കൂടുതൽ. അമ്മ വരയ്ക്കുന്നൊന്നും അപ്പുറത്ത് ഒരടി ചലിക്കില്ല. ആ വിഷ്ണുവേട്ടനോട് ഞാനിപ്പോൾ സഹായം ചോദിച്ചാൽ അത് കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഉപദ്രവമായി നമ്മുടെ ഈ ഒളിച്ചോട്ടം പൊളിഞ്ഞു പോകാനും അത് മതി. ഇതൊക്കെ കേട്ട് വളരെ സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞ് വിഷ്ണു സ്വയം പറയുകയാണ്, അപ്പോ ഇത്ര കാലമായിട്ടും നീ നിന്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത്. കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടുകയാണ് വിഷ്ണു. പിന്നീട് താഴേക്ക് നോക്കുന്ന വിഷ്ണു കാണുന്നത് മുകളിലേക്ക് കയറി വരുന്ന സുസ്മിതയാണ്. അന്നേരം പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ് വിഷ്ണു. പ്രീതിയുടെ മുറിയിലേക്ക് വരികയാണ് സുസ്മിത. ഹലോ പ്രീതി. പ്രീതിയും സുസ്മിതയും കാണാതെ ഒളിഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു. സുസ്മിത പറയുകയാണ്, അതെ, ഒരു പ്രഖ്യാപനം നടത്താനുണ്ട്. സാക്ഷാൽ സത്യഭാമ ആന്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് ഞാൻ പ്രീതിയുടെ റൂമിലാണ് കിടക്കുന്നത്. ഇവിടെ മറ്റു ചിലരുടെ റൂമിലല്ലേ സുസ്മിതയ്ക്ക് നോ എൻട്രി എന്നുള്ള ബോർഡുള്ളൂ. പ്രീതിയോടൊപ്പം ആണെങ്കിൽ എസ് എന്ന് ഞാനും സമ്മതിച്ചു. പ്രീതി ചോദിക്കുകയാണ്, ഇവിടെ എന്തിനാ? സുസ്മിതയ്ക്കമ്മ ഗസ്റ്റ് റൂമാണല്ലോ റെഡിയാക്കിയിരിക്കുന്നത്. അതിനിവിടെ ഞാൻ ഗസ്റ്റ് അല്ലല്ലോ, ഫാമിലി മെമ്പർ അല്ലേ. അവിടെ ബാത്റൂമിൽ എന്തോ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന്. അതെ, നമുക്ക് ഈ രാത്രി മുഴുവനും കഥയൊക്കെ പറഞ്ഞിരിക്കാം പ്രീതി. കുട്ടിക്കാലം മുതലുള്ള എത്ര കഥകളാണ് പറയാനുള്ളത്. മാത്രമല്ല വിഷ്ണുവേട്ടന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പ്രീതിക്ക് അറിയാമല്ലോ. മാരേജിന് മുമ്പ് എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. ഇന്ന് രാത്രി എന്റെ ട്രെയിനറും അഡ്വൈസറും എല്ലാം പ്രീതിയാണ്. ഞാൻ ഉറക്കില്ല എന്ന് സാരം. ഇവരുടെ സംസാരമൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് വിഷ്ണു. പ്രീതിയും കൂട്ടി സുസ്മിത മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഹലോ എന്ന് വിളിക്കുകയാണ് വിഷ്ണു. വിഷ്ണു വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്, അല്ല സുസ്മിത എപ്പോഴാണ് വന്നത്? കുറച്ചു നേരമായി വിഷ്ണുട്ടാ. ഫാമാൻറ്റി വിളിച്ചിട്ട് വന്നതാണ്. ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ആ നന്നായി. പിന്നെ പ്രീതി, ഞാനൊരു സിനിമയ്ക്ക് പോവുകയാണ്, സെക്കൻഡ് ഷോയ്ക്കാണ്. നീ വരുന്നുണ്ടോ പ്രീതി? ഇത് കമലഹാസന്റെ സിനിമയാണ്, പൊളി പടമാണെന്നാണ് പറഞ്ഞത്. പ്രീതി പറയുകയാണ്, ഇല്ലേട്ടാ ഞാൻ വരുന്നില്ല, ഉറക്കമിളയ്ക്കാൻ വയ്യ എനിക്ക്. സുസ്മിതയൊന്ന് ഒളി കണ്ടിട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഓ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇപ്പൊ പോവുക? ആ കമലനും ദാസനുമാണെങ്കിൽ ഏതോ ഉത്സവം കാണാനായിട്ട് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെയും കൂട്ടി പോകാമായിരുന്നു. എന്നിട്ട് വിഷ്ണു സുസ്മിതയെ നോക്കി ചോദിക്കുകയാണ്, അല്ല സുസ്മിത വരുന്നുണ്ടോ എന്റെ കൂടെ? വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട് വായം തുറന്നു നിൽക്കുകയാണ് സുസ്മിത. എന്നോട് തന്നെയാണോ ചോദിച്ചത്? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വരേണ്ട. ആ നിന്നോട് തന്നെ എന്ന് പറയുകയാണ് വിഷ്ണു. ഐ ആം എനിത്തിങ് റെഡി, എപ്പ വന്നു എന്ന് ചോദിച്ചാൽ മതി എന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണ് സുസ്മിത. ഓ മൈ ഗോഡ്, ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ പോയൊന്ന് ഫാം ആന്റിയോട് പറയട്ടെ. അത്രയും പറഞ്ഞ് താഴേക്ക് പോവുകയാണ് സുസ്മിത. അപ്പോഴേക്കും പ്രീതിയും ഒന്ന് സമാധാനിക്കുകയാണ്. സുസ്മിത പോയ ശേഷം വിഷ്ണു പറയുകയാണ്, ഇനിയിപ്പോ നീ ഫ്രീ ആയില്ലേ, ഇനി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമല്ലോ. പ്രീതി ഒന്ന് നോക്കി നിൽക്കുമ്പോൾ വിഷയം മാറ്റി വിഷ്ണു പറയുകയാണ്, ഞാൻ സുസ്മിതയുടെ കയ്യിൽ നിന്നും ഫ്രീ ആവുന്ന കാര്യമാണ് പറഞ്ഞത്. പോട്ടെ എന്ന് പറഞ്ഞ് നടന്ന ശേഷം തിരിഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു. സങ്കടത്തോടുകൂടി ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, പിന്നെ ഭാവിയിൽ നിനക്കൊരു പ്രശ്നം വന്നാൽ ആദ്യം ഓർക്കേണ്ടത് ഈ വിഷ്ണുവേട്ടനെയാണ്. അതിപ്പോ എവിടെ ആയിരുന്നാലും. അപ്പോ ഗുഡ് നൈറ്റ്, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് പ്രീതിയുടെ തലയിൽ കൈവയ്ക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ആ പറച്ചിലും പെരുമാറ്റവും ഒക്കെ ഉണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പ്രീതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.